ഹായ് എല്ലാവർക്കും സ്വാഗതം. AIB പരീക്ഷയുടെ അവസാന നിമിഷത്തെ ഓട്ടത്തിലാണോ? ടെൻഷൻ വേണ്ട, നമുക്ക് ഒരുമിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കേസുകൾ അടുത്ത 5 മിനിറ്റിൽ വേഗത്തിലൊന്ന് നോക്കിപ്പോകാം. നമുക്ക് ഭരണഘടനാ നിയമത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതാണ് ഒരുപക്ഷേ ഇന്ത്യൻ നിയമചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസ്, കേശവാനന്ദ ഭാരതി വി കേരള സർക്കാർ. ഈ കേസ് കൊണ്ടുവന്ന ആ ഒരു ആശയമാണ് അടിസ്ഥാന ഘടന അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ. അതായത് പാർലമെന്റിനെ ഭരണഘടന ഭേദഗതി ചെയ്യാം, ശരിയാണ്. പക്ഷേ അതിന്റെ ആത്മാവിനെ, അതായത് ജനാധിപത്യം, മതേതരത്വം പോലുള്ള അടിസ്ഥാന സ്വഭാവങ്ങളെ തൊടാൻ പാടില്ലെന്ന് കോടതി ഇത് ഉറപ്പിച്ചു പറഞ്ഞു. AK ഗോപാലൻ കേസിൽ കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമത്തിലെ നടപടിക്രമം പാലിച്ച് ഒരാളുടെ ജീവിക്കാനുള്ള അവകാശം എടുത്തുമാറ്റാം എന്നായിരുന്നു. ആ നിയമം ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല, പ്രൊസീജിയർ മാത്രം നോക്കിയാൽ മതി. പക്ഷേ ആ ഒരു കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറിമറിഞ്ഞത് മനീക ഗാന്ധി കേസിലാണ്. ഇവിടെയാണ് ഒരു വിപ്ലവം തന്നെ നടന്നത്. കോടതി പറഞ്ഞു, വെറുതെ നിയമത്തിലെ നടപടിക്രമം പാലിച്ചാൽ പോരാ, ആ നടപടിക്രമം തന്നെ ന്യായവും നീതിയുക്തവും യുക്തിസഹവുമായിരിക്കണം. ഇതോടുകൂടി ആർട്ടിക്കിൾ 21 ശരിക്കും ഒരു പുതിയ അർത്ഥം കിട്ടി. അപ്പോ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: മനീക ഗാന്ധി കേസ് AK ഗോപാലൻ കേസിലെ ആ പഴയ ഇടുങ്ങിയ വ്യാഖ്യാനത്തെ അസാധുവാക്കി. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നതിൽ നിന്ന് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്നതിലേക്കുള്ള ഒരു മാറ്റം. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായും ഓർത്തുവെക്കണം. ഇനി മിനർവ മിൽസ്. ഈ വിധി ഓർമ്മിപ്പിച്ചതെന്താണെന്ന് വെച്ചാൽ, മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും ഒരു വണ്ടിയുടെ 2 ടയറുകൾ പോലെയാണ്. ഒന്നിനും മറ്റൊന്നിനേക്കാൾ പ്രാധാന്യം കൊടുക്കാനാവില്ല, രണ്ടും ഒരുമിച്ചു പോയാലേ വണ്ടി ഓടൂ. ഈ ഒരു ബാലൻസ് അതും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്ന് കോടതി ഉറപ്പിച്ചു. ആധാർ കേസ് അല്ലെങ്കിൽ ജസ്റ്റിസ് KS പുട്ടസ്വാമി കേസ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആധുനിക വിധിയാണ്. ഈ കേസിലൂടെ സുപ്രീം കോടതി പറഞ്ഞു, സ്വകാര്യത എന്ന് പറയുന്നത് നമ്മുടെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. അത് ആരും തരുന്ന ഔദാര്യമല്ല, അതൊരു മൗലിക അവകാശമാണ്. ഓക്കെ, ഭരണഘടനാ നിയമം കഴിഞ്ഞു. ഇനി നമുക്ക് ക്രിമിനൽ നിയമത്തിലെ ചില ലാൻഡ്മാർക്ക് കേസുകളിലേക്ക് പോകാം. ഒരു കുറ്റം നടന്നാൽ എന്ത് സംഭവിക്കും? ഒരു പ്രതിയുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകിയ ചില കേസുകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. KM നാനാവതി സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? വളരെ പ്രശസ്തമായ ഈ കേസിന് 2 പ്രധാനപ്പെട്ട റിസൾട്ട്സാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഇന്ത്യയിലെ ജൂറി വിചാരണകൾ ഇല്ലാതായി. 2, ഗുരുതരവും പെട്ടെന്നുള്ളതുമായ പ്രകോപനം എപ്പോഴാണൊരു കൊലപാതക കേസിൽ പ്രതിക്കൊരു ഡിഫൻസായി എടുക്കാൻ പറ്റുക എന്ന് കോടതി കൃത്യമായി നിർവചിച്ചു. ലളിത കുമാലി വി സ്റ്റേറ്റ് ഓഫ് UP. ഇത് നടപടിക്രമ നിയമത്തിലെ ഒരു നിർണായക വിധിയാണ്. അതായത്, ഒരു ഗൗരവമുള്ള കുറ്റകൃത്യത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചാൽ അവർക്ക് ഒരു FIR രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അത് നിർബന്ധമാണ്. പ്രാഥമിക അന്വേഷണമൊക്കെ ചില പ്രത്യേക കേസുകളിൽ മാത്രം. ഇത് അന്വേഷണത്തിൽ സുതാര്യത ഉറപ്പാക്കുന്നു. അതുകൊണ്ടുതന്നെ AIBE പരീക്ഷയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. DK ബസു അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസിന്റെ അധികാര ദുർവിനിയോഗം തടയാൻ വന്ന വളരെ പ്രധാനപ്പെട്ട മാർഗനിർദ്ദേശങ്ങളാണ് ഈ കേസിലുള്ളത്. അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന് ID കാർഡ് വേണം, അറസ്റ്റ് ചെയ്യുന്ന വിവരം ബന്ധുക്കളെ അറിയിക്കണം, ഒരു വക്കീലിനെ കാണാൻ അവസരം കൊടുക്കണം. ഇങ്ങനെ നമ്മുടെയെല്ലാം അവകാശങ്ങൾ സംരക്ഷിക്കുന്നൊരു കവചം പോലെയാണ് ഈ വിധി. ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈയടുത്ത കാലത്ത് വന്ന ഒരു പ്രധാന വിധിയാണിത്. വിവാഹേതര ബന്ധം, അതായത് അഡൾട്ടറി, ഒരു ക്രിമിനൽ കുറ്റമല്ലെന്ന് ഈ വിധിയിലൂടെ കോടതി വ്യക്തമാക്കി. ഇത് സ്ത്രീകളുടെ തുല്യതയ്ക്കും വ്യക്തികളുടെ സ്വകാര്യതയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു വിധിയായി കണക്കാക്കപ്പെടുന്നു. ശരി, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഭരണപരവും പാരിസ്ഥിതികവുമായ നിയമങ്ങളാണ്. പൊതുതാൽപര്യ ഹർജികൾ, നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണം, ഇതിനൊക്കെ ഊന്നൽ നൽകുന്ന കേസുകളാണ് അടുത്തതായി വരുന്നത്. ഹുസൈനാര ഖാത്തൂൻ. ഈ കേസിന് 2 വലിയ പ്രാധാന്യമുണ്ട്. ഒന്ന്, വിചാരണ തടവുകാർക്ക് വേഗത്തിലുള്ള വിചാരണയ്ക്ക് അവകാശമുണ്ടെന്നും പണമില്ലാത്തവർക്ക് സൗജന്യ നിയമസഹായം കിട്ടണമെന്നും ഈ വിധി പറഞ്ഞു. 2, ഇന്ത്യയിലെ ആദ്യത്തെ പൊതുതാൽപര്യ ഹർജി, അതായത് PIL ആയിട്ടാണ് ഈ കേസ് അറിയപ്പെടുന്നത്. സാധാരണക്കാർക്കു വേണ്ടി ആർക്കും കോടതിയെ സമീപിക്കാനുള്ള വഴി തുറന്ന കേസ്. വിശാഖ വി രാജസ്ഥാൻ സർക്കാർ. ജോലിസ്ഥലത്തെ ലൈംഗികാതിക്രമം തടയാൻ ഇന്ത്യയിലെ ഒരു നിയമം ഇല്ലാതിരുന്ന കാലത്താണ് ഈ വിധി വരുന്നത്. പിന്നീട് പോഷ് നിയമം നിലവിൽ വരുന്നതുവരെ ഈ കേസിലെ മാർഗനിർദ്ദേശങ്ങളായിരുന്നു നിയമം.
അതുകൊണ്ടാണ് ഇതിത്രയധികം പ്രാധാന്യമുള്ളതാകുന്നത്. MC മേത്ത, യൂണിയൻ ഓഫ് ഇന്ത്യ, ഓലിയം ഗ്യാസ് ലീക്ക് ദുരന്തത്തിന് ശേഷമാണ് ഈ വിധി വരുന്നത്. കോടതി അബ്സല്യൂട്ട് ലയബിലിറ്റി എന്നൊരാശയം കൊണ്ടുവന്നു. അതായത് അപകടകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു കമ്പനിക്ക് എന്തെങ്കിലും അപകടമുണ്ടായാൽ ഒരു ഒഴികഴിവും പറയാൻ പറ്റില്ല. അവർ 100% ഉത്തരവാദികളായിരിക്കും. ലാഭമെടുക്കുമ്പോൾ അതിന്റെ റിസ്ക്കും പൂർണ്ണമായി ഏറ്റെടുക്കണം. വെല്ലൂർ സിറ്റിസൺസ് വെൽഫെയർ ഫോറം. ഇന്ത്യയുടെ പരിസ്ഥിതി നിയമത്തിന്റെ 2 അടിസ്ഥാന ശിലകളാണ് ഈ കേസിൽ നിന്ന് വന്നത്. 1. പൊല്യൂട്ടർ പേയ്സ് പ്രിൻസിപ്പിൾ, അതായത് മലിനീകരണമുണ്ടാക്കുന്നവർ അതിന്റെ വില കൊടുക്കണം. 2. പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ, അതായത് ഒരു പദ്ധതി തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിന്റെ പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ച് പഠിച്ച് മുൻകരുതലെടുക്കണം. ഈ 2 തത്വങ്ങളാണ് ഇന്നും പരിസ്ഥിതി കേസുകളിൽ കോടതികളെ നയിക്കുന്നത്. റെഡി? ഇനി നമുക്ക് ഒരു മിന്നൽ റൗണ്ടിലേക്ക് പോകാം. ക്വിക്ക് റിവിഷനാണ്. ആർട്ടിക്കിൾ 21 കീഴിലുള്ള ചില പ്രധാന അവകാശങ്ങൾ ഏതൊക്കെ കേസുകളിലാണ് വന്നതെന്ന് പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാം. ഓക്കെ, പെട്ടെന്ന് നോക്കാം. വിലങ്ങ് വയ്ക്കുന്നതിനെതിരെ പ്രേം ശങ്കർ കേസ്, അനധികൃത തടങ്കലിനെതിരെ DK ബസു കേസ്, വേഗത്തിലുള്ള വിചാരണയ്ക്ക് അവകാശം ഹുസൈനാര ഖാത്തൂൺ, പാർപ്പിടത്തിനുള്ള അവകാശം ചമേലി സിംഗ്, പൊതുസ്ഥലത്തെ പുകവലി നിരോധനം മുരളി എസ് ദിയോര. ഓരോ അവകാശവും അതിന്റെ കേസും മനസ്സിലങ്ങ് ഉറപ്പിച്ചോളൂ. അപ്പോ ഒന്ന് ഓർത്തുവെക്ക, ഈ കേസുകളൊക്കെ വെറും പരീക്ഷയിലെ ഉത്തരങ്ങൾ മാത്രമല്ല. ഇവ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ നെടുന്തൂണുകളാണ്. നമ്മുടെയൊക്കെ അവകാശങ്ങൾ രൂപപ്പെടുത്തിയത് ഈ വിധികളാണ്. അപ്പോ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഈ പറഞ്ഞ സുപ്രധാന വിധികളിൽ ഏതാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നു? ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങളുടെ പരീക്ഷയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും. നന്നായി എഴുതുക. Law School Made Simple. Subscribe and hit the bell icon.